ജീവിതത്തിൽ ചില പസ്സില് പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പസ്സിലുകൾ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചാവി ഏൽപ്പിച്ച് പോവുകയല്ല ചെയ്യുക. എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അയൽപ്പക്കക്കാരൻ വന്നിട്ടല്ല എൻ്റെ കുടുംബത്തിലെ പ്രശ്നം തീർക്കേണ്ടത്, അല്ലേ? നമ്മൾ തന്നെ തീർക്കട്ടെ. അപ്പം നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളുടെ സൊല്യൂഷനുകൾ കണ്ടെത്താനുള്ള തീവ്രമായ ഒരു അന്വേഷണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ വീഡിയോ എനിക്ക് ഏറ്റവും പ്രിയമുള്ള വീഡിയോ ആണ്. എൻ്റെ ആത്മാവാണ് ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അനുഭവിച്ച പല മാനസിക സംഘർഷങ്ങളുടെയും പുറകിൽ എൻ്റെ സ്പിരിച്വൽ കോളാണ് എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് ഒരുപാട് വേദനകളിലൂടെയും മുറിവേൽക്കുന്ന അനുഭവങ്ങളിലൂടെയും അബ്യൂസിലൂടെയും ബ്രേക്ക് ഡൗൺസിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു. ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ ഈ സ്പിരിച്വൽ തലത്തിൽ എത്തി നിൽക്കുന്നത്. ഞാൻ ഒരുപാട് വില നൽകിയിട്ടാണ് ഈ സ്പിരിച്വൽ തലത്തിൽ എത്തി നിൽക്കുന്നത്. സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്ത വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും സ്പിരിച്വൽ എക്സ്പീരിയൻസുകളിലൂടെ ഞാൻ കടന്നു പോകുന്നതും എല്ലാം എൻ്റെ രക്തം ചിന്തുന്ന ഒരു അനുഭവം അപ്പുറത്തുണ്ട്. വെറുതെ എനിക്കൊന്നും ആരും തന്നിട്ടില്ല. സ്വർഗം നിങ്ങൾക്ക് ഒന്നും വെറുതെ തരില്ല. നിങ്ങൾ അന്വേഷിച്ചിറങ്ങണം, നിങ്ങൾ വില കൊടുക്കണം, എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും വരൂ. എൻ്റെ മാനസിക സംഘർഷങ്ങളെ നേർച്ചയായിട്ടിട്ടാണ് ഓരോ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പുറകിൽ ഒരുപാട് പേര് ഇരുട്ടിൽ തപ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ മുമ്പേ നടന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വെട്ടമുണ്ട്. ആ വെട്ടം നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെട്ടം പിടിച്ച് മുന്നോട്ട് നടക്കുന്നത്. എനിക്ക് മനുഷ്യന്മാരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടല്ല. 100 പേര് വീഡിയോ കാണുന്നെങ്കിൽ അത്ര മതി. അതാണ് ദൈവത്തിന് ഇഷ്ടം. നോ പ്രോബ്ലം. ഇതുകൊണ്ട് എനിക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എനിക്ക് ഇൻകം ഒന്നും തരുന്നില്ല. കർത്താവ് എന്നെ പോറ്റുന്നുണ്ട്, അതല്ലാതെ. പക്ഷെ ഈ പ്രവൃത്തി ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? പണ്ട് ഞാൻ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ യാത്രയിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു യാത്രയുണ്ട്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പുറകിൽ ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു നിഗൂഢതയുണ്ട്, ഒരു കാരണമുണ്ട്. ആ കാരണത്തിന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ആത്മാവിലാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിടക്കുന്നത്. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ചിലപ്പം ഞാൻ ചെറുപ്പം മുതലേ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കാണുന്ന സ്ഥലം, വ്യക്തിയെ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ റിയൽ ആയിട്ട് കാണുമായിരുന്നു. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നോർമലായിട്ട് തേജാവൂന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ആളുകൾ. ഇപ്പം ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് പതുക്കെ ഒരു ഗിഫ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു സ്പിരിച്വൽ ഗിഫ്റ്റാണ് സ്വപ്നങ്ങളിലൂടെ മെസ്സേജുകൾ കിട്ടുക, സ്വപ്നങ്ങളിലൂടെ പ്രവചനപരമായ കാര്യങ്ങൾ സംഭവിക്കുക. അതായത് ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് 2 ആഴ്ച കഴിയുമ്പോൾ നടക്കുന്നത് പ്രവചനപരത്തിൻ്റെ ഒരു അടയാളമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാകാം, നിങ്ങളൊരു പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൈവവിളി ഉള്ളത് കൊണ്ടാകാം. അപ്പം ഈ ഒരു തലത്തെക്കുറിച്ച് മനുഷ്യന്മാർക്ക് അറിവില്ല. മനുഷ്യന്മാർക്ക് ഈ സ്പിരിച്വൽ തലത്തെക്കുറിച്ച് അറിവില്ല. പക്ഷെ മാനസിക സംഘർഷങ്ങളുണ്ടെങ്കിൽ അവൻ ഇരുട്ടിൽ തപ്പിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പുറകിൽ ഒരു സ്പിരിച്വൽ സൈഡ് ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നലെയായിട്ട് 2 മുറികളിലായിട്ട് ഒരു മുറിയിൽ എൻ്റെ കൊളീഗ്സ് ഇരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്നിച്ച് വർക്കുന്ന, ഒരേ സെക്ഷനിൽ വർക്കുന്ന 4 പേര് ഇരിക്കുകയാണ് ഒരു മുറിയിൽ. എനിക്ക് അവിടെ ഇരിക്കുമ്പം എന്തോ അത്ര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നു. എനിക്കൊരു ഞാനല്ല, ഐ എം നോട്ട് ഏബിൾ ടു ബീ മൈസെൽഫ്. എനിക്ക് ഞാനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അവരവിടെ. അത് ഞാൻ ഇപ്പുറത്ത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല സൗഹൃദപരമായി സംസാരിക്കുന്നതാണ്. ഈ റൂമിൽ നിന്നും ഇപ്പുറത്തെ റൂമിലേക്കുള്ള എനർജി ഒരു ചെറിയ മതിലിൻ്റെ, ഒരു ചെറിയ ചുമരിൻ്റെ വ്യത്യാസം, ചുമരിൻ്റെ വ്യത്യാസം മാറുമ്പോഴേക്കും എൻ്റെ ബോഡി റിലാക്സ് ആവുന്നതും എൻ്റെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നതും ഞാൻ റിലാക്സ്ഡ് ആവുന്ന, ഞാൻ കംഫർട്ടബിൾ ആവുന്നതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ഇടമാണ് അപ്പുറത്തെ മുറി. ഇപ്പുറത്തെ മുറി തന്നെ ഡിഫറെൻറ്റ് എനർജീസ് ഇരിക്കുന്ന മുറിയാണ്. കാരണം അതിൽ പലർക്കും എന്നോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല, അവരെന്നെ സ്നേഹിക്കണമെന്നില്ല, അവർ ജസ്റ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ മാത്രമാണ്. പക്ഷെ അപ്പുറത്ത് എന്നെ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത്. സോ ഈ എനർജികൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ അനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങൾക്ക് പുറകിൽ എനർജികളാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. എന്തോ സംഭവിക്കും, എനിക്കറിയണില്ല എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്കിവിടുന്ന് പോവാം, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്കിവിടുന്ന് പോവാന്ന് പറയാം. കുട്ടികൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ചില അങ്കിളുമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ കരയാൻ തുടങ്ങും. കുട്ടികളുടെ ഉള്ളിൽ ഡിവൈനിറ്റി ഉണ്ട്, ഡിവൈൻ എനർജി ഉണ്ട്. സോ ഡിവൈൻ എനർജിക്ക് ഓപ്പോസിറ്റ് ആയ ലസ്റ്റ് നിറഞ്ഞ, തിന്മ നിറഞ്ഞ,
മോശ സ്വഭാവമുള്ള ദുശീലങ്ങൾ നിറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ കുട്ടികൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തോന്നത്തില്ല. കാരണം കുട്ടികളുടെ ഡിവൈനിറ്റിയും അയാളുടെ തിന്മയുടെ നെഗറ്റീവ് എനർജി അവർ മാച്ച് ആവുന്നില്ല. സോ ഓരോ മനുഷ്യനിലും എനർജി ഉണ്ട്, ഓരോ വ്യക്തികളിലും എനർജി ഉണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിന്റെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അതൊരു പ്രത്യേക സംഗതിയാണ്. ഇതൊരു സ്പിരിച്വൽ തലത്തിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലോട്ട് ഒരു വ്യക്തി കടന്നു വന്നപ്പോൾ ഇന്ന് എനിക്ക് 16-17 ഏജ് ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞു, ഈ ചേട്ടന് അത്ര ശരിയല്ല കേട്ടോ, ഇന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ നെഗറ്റീവായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം എൻ്റെ അപ്പച്ചനും അമ്മയും എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് ആളുകളോട് സംസാരിക്കാനും പെരുമാറാനും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, ശരി, ഞാൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവരുടെ കീഴിൽ നമ്മൾ നിൽക്കുന്ന സമയമാണ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ചേട്ടനിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഈ ചേട്ടനിൽ നിന്ന് വലിയൊരു പ്രശ്നം ഉണ്ടായി. അത് എഫക്ട് ചെയ്തത് എന്നെ തന്നെയാണ്, എനിക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടായത്. സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നു, എനിക്കിത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് എനിക്ക് അറിയില്ല ഇത് മനസ്സിന്റെ ഒരു കപ്പാസിറ്റി ആണെന്നോ, ഇതൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ വന്നിട്ടില്ല അന്ന്. അതായത് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പ്രവാചകൻ എപ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പാ. അപ്പൊ നിങ്ങളിൽ പലരും സ്പിരിച്വൽ ബീയിങ്സ് ആണ്. നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നിങ്ങളിലുണ്ട്, ജന്മന ഉണ്ട്. നിങ്ങൾ സ്വപ്നങ്ങളിലൂടെ മെസ്സേജുകൾ കിട്ടുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാൻ വരും. ഇത് ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ, ചിലപ്പോൾ അത് വർക്ക് ചെയ്യും, അത് ഓക്കെ ആകും. കാരണം നിങ്ങളുടെ ഭൂമിയിലെ ഈ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണമെന്നില്ല. നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ ദൈവത്തോടൊപ്പം ജീവിച്ച് തീർക്കേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ. അതായത് പള്ളിയിൽ പോകാത്ത മനുഷ്യരിലും ചിലപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാകാം. ദൈവം എല്ലാ മനുഷ്യരും സ്പിരിച്വൽ ബീയിങ്സാണ്. അത് ചില മനുഷ്യന്മാർ മാത്രം അത് ഹൈലി ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ ഇതിനെയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഒരു കാലഘട്ടം വരെ. പിന്നീടാണ് ഞാനിത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അന്വേഷിച്ചിറങ്ങണം നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പുറകിലെ കാരണങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ട സൗഖ്യം, അല്ലെങ്കിൽ അതിന് വേണ്ട എന്താണ് ഇങ്ങനെ സംഘർഷത്തിനുണ്ടാകുന്നതിന്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചിറങ്ങണം. അപ്പം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുകയാണ്, ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല, എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവിടുത്തെ എനർജിയും അവിടുത്തെ വ്യക്തികളുടെ എനർജിയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എനിക്കിതൊരു മുൾക്കിരീടമാണ്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില സിറ്റുവേഷനുകൾ എനിക്കുണ്ടാവും. പക്ഷെ ചിലയിടത്ത് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് മനസ്സിലാവും ഈ വ്യക്തിക്ക് എൻ്റെ അടുത്ത് അക്സെപ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ആ വ്യക്തിയുടെ എനർജി എന്നെ സ്വീകരിക്കുന്ന തരത്തിലാണ്. എനിക്ക് മനസ്സിലാവുകയാണ് അവരുടെ എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന്. ചിലത് ലെസ്ഫുൾ ആണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചില മനുഷ്യന്മാരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ അവർക്ക് ഇഷ്ടമല്ലെന്ന്, പക്ഷെ അവരുടെ മുഖത്ത് ചിരി ഉണ്ടാവും. പക്ഷെ എനിക്കറിയാം, ഐ കൻ സെൻസ് ദാറ്റ്. അത് ഒരുപാട് നാള് ഞാൻ സംഘർഷങ്ങൾ അനുഭവിച്ചൊരു മേഖലയാണ്. കാരണം ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴില്ല. ആളുകൾ വെറുതെ നമ്മൾ വീട്ടുകാരാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും പറയും, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ഈ മുഖം ഇങ്ങനെ പോയതെന്ന്. ഒരു സിറ്റുവേഷൻ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ, എല്ലാ സിറ്റുവേഷനും ഫിറ്റ് ആവണ പോലെ ഒരാളായിക്കൂടെ. അങ്ങനെയൊന്നും ആവാനല്ല എൻ്റെ വിളി. ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കോൾ അനുസരിച്ചിട്ടല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും അതനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവം നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചു അങ്ങനെ ആവാനല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഒരു മുതലായിട്ട് സൃഷ്ടിച്ചിട്ട് ഒരു ആനേനെ പോലെ ജീവിക്കാൻ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ഒരു മണ്ണ് കൊണ്ട് നമ്മൾ മെനഞ്ഞ ദൈവം നമ്മൾ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമ്മളെ വേറൊരാളാകുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പൊ എന്നെ ഈ ഒരു സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനോട് കൂടെ കർത്താവല്ല എന്നെ സൃഷ്ടിച്ചത്. അപ്പൊ അതെന്റെ കുറവാണോ? അറിയണോ? ഞാനിങ്ങനെ അല്ലത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയാം. ബട്ട് നിങ്ങൾ അന്വേഷിച്ചറിയണം. നിങ്ങളാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്. നാട്ടുകാരുടെ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങളെ കാണരുത്. സ്പിരിച്വൽ തലത്തെക്കുറിച്ച് അറിയാത്ത ഒരാളോട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും. ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ ഈ ലോകത്തിന്റെ വക വേറെ നമ്മളെ ഞെരിക്കും, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊടുത്ത് സമർപ്പണമായിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനായിട്ട് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാം, ഞാൻ ഏറ്റെടുക്കുന്ന ഏറ്റവും ഭാരമുള്ള കുറിച്ച് ഞാൻ തന്നെയാണ്. ഇതെല്ലാം സെൻസിറ്റീവ് ആയിരിക്കും ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യര്. അവരിതെല്ലാം എഫക്ട് ചെയ്യാണ്. അതേസമയം സ്ട്രെങ്ത് ഉള്ളവരായിട്ട് കാണപ്പെടും. ജെറമിയ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുത്തിരുന്ന കാര്യം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ജെറമിയ പ്രവചിക്കും, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഏഷ്യ പ്രവാചകൻ ചിലപ്പം ദൈവത്തിന് തമ്മിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന കാണും. പക്ഷെ ജനത്തിന് തമ്മിൽ നിൽക്കുമ്പോൾ, രാജാക്കന്മാരെ തമ്മിൽ നിൽക്കുമ്പോൾ പവർഫുൾ ആയിട്ട് കാണപ്പെടും. ഇതാണ് നമ്മുടെ വിളി. നിങ്ങൾ ഒരു സൈഡ് കൊണ്ട് വീക്കുമാണ്, മറ്റൊരു സൈഡ് കൊണ്ട് ശക്തനുമാണ്. നിങ്ങൾ ഒരു സൈഡ് കൊണ്ട് ഗിഫ്റ്റഡുമാണ്, മറ്റൊരു സൈഡ് കൊണ്ട് നിങ്ങൾക്ക് പട്ടാണെന്ന് ആൾക്കാർ പറയുകയും ചെയ്യും. ഈ വിളിയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നതും അത് മാത്രമല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതല്ല. സമർപ്പണമാണ്, വിട്ടുകൊടുക്കല. എന്നാ എന്റെ ലൈഫ് അല്ല ഇത്, നിന്റെ ലൈഫ്, നീ തന്ന ലൈഫ്,
നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ ഇതിലൂടെ ചെയ്യുമെന്ന് പറയില്ല. ഇതിനകത്ത് ഞാൻ ഐ എം സ്ട്രഗിളിങ്, ഐ എം സഫറിങ്. എനിക്ക് ഇപ്പോഴും പലതും തെറ്റിദ്ധരിക്കപ്പെടലിന്റെ വലിയ ഒരു സൈഡ് ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഏതൊരു കാര്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് സഹായിക്കാൻ നമുക്ക് തോന്നും. നമ്മൾ അറിയാണ്ട് തന്നെ ആളുടെ അടുത്തേക്ക് പോകും. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അമ്മയോ ആങ്ങളെയോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം തോന്നും, നമ്മൾ അങ്ങോട്ട് പോകും, നമ്മൾ അവരെ സഹായിക്കും. കാരണം എന്താ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അങ്ങനെ പ്രവർത്തിക്കുക. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പം അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല കാണുന്നത്. ഇതിനകത്ത് തിന്മയും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇതൊരു കുരിശുയാത്രയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സുകൾ, നിങ്ങൾ നേരിടുന്ന നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പുറകിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ടെന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്.